ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. ഇന്നാ അറദ്നൽ അമാനത അലസ് സമാവാതി വൽ അർളി വൽ ജിബാൽ ഫഅബൈന അൻ യഹ്മിൽനഹാ വഅഷ്ഫഖന മിൻഹാ വഹമല അൽ ഇൻസാൻ ഇന്നഹു കാന സലൂമൻ ജഹൂലാ. സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസികളെ, സകല പ്രപഞ്ചങ്ങളെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ഏകനും സർവശക്തനുമായ അള്ളാഹുവിൻ്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും സാഹചര്യങ്ങളിലും സമയങ്ങളിലും ജീവിതത്തിൽ പാലിച്ചു പുലർത്തി തഖ്വയുള്ളവരായി ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് സ്വന്തമെന്ന പോലെ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. വിശ്വാസി വിശ്വസ്തനായിരിക്കുക എന്നത് ഈമാനിന്റെ താല്പര്യമാണ്. ഈമാനും അമാനത്തും ഒരേ പദങ്ങളിൽ നിന്ന് നിഷ്പന്നമായിട്ടുള്ള വാക്കുകളാണ്. ഈമാൻ എന്നതും അമാനത്ത് എന്നതും നമ്മളേറെ പ്രയോഗിക്കുകയും പറയുകയും കേൾക്കുകയും ചെയ്യുന്ന പദങ്ങളാണ്. അതുകൊണ്ട് തന്നെ അമാനത്ത് എന്ന് പറയുന്നത് ഓരോ വിശ്വാസിയും അവന്റെ ജീവിതത്തിൽ ആലോചിച്ച് ചിന്തിച്ച് നിർവഹിക്കേണ്ടുന്ന ഒരു ബാധ്യതയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് ലാ ഈമാന ലിമൻ ലാ അമാനത ലഹു വലാ ദീനൻ ലിമൻ ലാ അഹ്ദ ലഹു. ലാ ഈമാന ലിമൻ ലാ അമാനത ലഹു. അമാനത്ത് പാലിക്കാത്തവന് ഈമാനില്ല. വലാ ദീനൻ ലിമൻ ലാ അഹ്ദ ലഹു. കരാറ് പൂർത്തീകരിക്കാത്തവന്, കരാറ് പാലിക്കാത്തവന് മതബോധവുമില്ല എന്നാണ്. അപ്പൊ രണ്ട് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ തിരുവചനത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. ഇത് വലിയ കാര്യമായിട്ട് ജീവിതത്തിൽ അനുവർത്തിച്ചിരുന്നവരാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും റസൂലിന്റെ കൂടെ ജീവിച്ച സഹാബത്തും ശേഷം വന്നിരിക്കുന്ന താബിഈകളുമൊക്കെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടം കഴിഞ്ഞ് അമീറുൽ മുഅ്മിനീൻ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് നടന്ന ഒരു സംഭവം നമ്മൾ ചരിത്രത്തിൽ വായിക്കാൻ പറ്റും. ഒരു വിദേശിയായ ചെറുപ്പക്കാരൻ, ഒരു യുവാവ്, അദ്ദേഹം അമീറുൽ മുഅ്മിനീന്റെ നാട്ടിലെത്തി. അദ്ദേഹം യാത്ര ചെയ്തിരുന്ന ഒട്ടകത്തെ ഒരു സ്ഥലത്ത് കെട്ടിയിട്ട് അദ്ദേഹം അല്പം വിശ്രമിക്കാനിരുന്നു. ആ വിശ്രമത്തിനിടയിൽ അദ്ദേഹം മയങ്ങിപ്പോയി. ഈ ഒട്ടകം അതിന്റെ കെട്ടിയിട്ട കയറ് അഴിഞ്ഞ് അത് അപ്പുറത്തുള്ള ഒരു തോട്ടത്തിൽ പോയി അത് അവിടുന്ന് തിന്നാൻ തുടങ്ങി. ഈ തോട്ടത്തിന് കാവൽ നിൽക്കുന്ന കാവൽക്കാരൻ അതിനെ തെളിച്ചു പുറത്താക്കി. കുറച്ചു കഴിഞ്ഞപ്പോ വീണ്ടും ഈ ഒട്ടകം വന്നു. അപ്പോഴും ഈ കാവൽക്കാരൻ അതിനെ പുറത്താക്കി. ഇതിങ്ങനെ തുടർന്നുകൊണ്ടിരുന്നപ്പം ഇതിന് കാവൽ നിൽക്കുന്ന ഹാരിസിന്, കാവൽക്കാരന് ഇതൊരു ശല്യമായപ്പം അദ്ദേഹം ഒരു കല്ലെടുത്ത് ഈ ഒട്ടകത്തെ എറിഞ്ഞു. ഏറുകൊണ്ടു ഒട്ടകം ചത്തുപോയി. കുറച്ചു കഴിഞ്ഞപ്പോ ഈ വിദേശിയായ ചെറുപ്പക്കാരൻ പെട്ടെന്ന് ഉണർന്നപ്പോ തന്റെ ഒട്ടകത്തെ കാണുന്നില്ല. എന്റെ ഭാണ്ഡക്കെട്ടുകള്, വസ്ത്രം, ഭക്ഷണം എല്ലാം അതിന്റെ പുറത്താ. അതിനെങ്ങനെ അന്വേഷിച്ച് നടന്നപ്പോ ഒരാളുണ്ട്, വേറെ ആരും അന്വേഷിച്ച് ഇങ്ങോട്ട് വരുന്നത് പോലെ അദ്ദേഹത്തെ കണ്ടു, സംസാരിച്ചു. അങ്ങനെ അദ്ദേഹം പറഞ്ഞു, ഞാൻ എന്റെ സ്ഥലത്ത് നിന്ന് വന്നതിന് ഒട്ടകം ഉണ്ടായിരുന്നു, ഒട്ടകത്തിനെ കാണുന്നില്ല. അപ്പൊ അദ്ദേഹം പറഞ്ഞു, നിങ്ങളുടേതായിരുന്നു ഒട്ടകം? അതെ, ഞാൻ ആ തോട്ടത്തിന്റെ കാവൽക്കാരനാണ്. ഞാൻ അത് കുറെ തവണ ഇങ്ങനെ തോട്ടത്തിലേക്ക് വന്നപ്പോ ഞാൻ അതിനെ എറിഞ്ഞു, അത് ചത്തുപോയി. ഇവർ തമ്മിൽ അതിന്റെ പേരിൽ അല്പം അങ്ങോട്ടും ഇങ്ങോട്ടും കശപിശുണ്ടായി. ഈ വിദേശിയായ യുവാവും അദ്ദേഹം അൽപ്പിടുത്തത്തിലായി. ഈ നാട്ടുകാരനായ സ്വദേശിയായ ഈ കാവൽക്കാരൻ അദ്ദേഹത്തിന്റെ മർദ്ദനത്തിൽ മരണപ്പെട്ടു. അങ്ങനെ ഇദ്ദേഹം മരണപ്പെട്ടപ്പോ ഇനിയിപ്പോ ഇദ്ദേഹത്തിന് ആരെങ്കിലും ബന്ധുക്കളോ കുടുംബമൊക്കെ ഉണ്ടാവുമല്ലോ, അവിടെ ഉപേക്ഷിച്ച് പോകാൻ കഴിയൂല എന്ന് കരുതി ഈ ചെറുപ്പക്കാരൻ അന്വേഷിച്ചു. ഈ തോട്ടത്തിന്റെ അങ്ങേ അറ്റത്തൊരു ചെറിയ വീട് കണ്ട്
അവിടെ ചെന്ന് നോക്കുമ്പോ ഈ മരിച്ച ആളുടെ വീടാണ് ഇദ്ദേഹം താമസിക്കുന്ന. അവിടെ 2 പെൺമക്കളേ ഉള്ളൂ, ഇവർക്ക് ഉമ്മല്ല. ഈ പെൺമക്കളോട് കാര്യം പറഞ്ഞു. അവര് പറഞ്ഞു, ഞങ്ങളെ നാട്ടിലെ അമീർ അൽ മുഅ്മിനീൻ ഉണ്ട്, അമീർ അൽ മുഅ്മിനിന്റെ അടുത്ത് വിഷയെത്തിക്കാം. അവിടെ എത്തി, വിചാരണ നടന്നു, ഇദ്ദേഹത്തിനെ വധശിക്ഷ വിധിച്ചു ഉമർ റളിയല്ലാഹു അൻഹു. കാരണം കൊന്നവനെ കൊല്ലണല്ലോ. ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ഈ വിദേശിയായ ചെറുപ്പക്കാരൻ പറഞ്ഞു, ഞാൻ ഒരാളെ കൊല്ലാൻ വേണ്ടി വന്നതല്ല, അബദ്ധത്തിൽ സംഭവിച്ചതാണ്. പക്ഷേ ഹദ്ദെടുക്കുക, തീരുമാനം എടുക്കേണ്ടത് നിങ്ങളാണ്, വിധി പ്രസ്താവിക്കേണ്ടത് നിങ്ങളാണ്, ഇസ്ലാമിക വിധി എന്താണോ അതനുസരിക്കാൻ ഞാൻ ബാധ്യസ്ഥനുമാണ്. ഉമർ റളിയല്ലാഹു അൻഹു കൊന്നവനെ കൊല്ലണമെന്നാണ് ഇസ്ലാമിൽ നിയമം. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ എൻ്റെ നാട്ടിൽ ഇതിനൊന്നും വന്നല്ലോ, ഞാനൊന്ന് തിരിച്ചു പോയിട്ട് നിങ്ങൾ പറയുന്ന സമയത്ത് തിരിച്ചെത്താം, നാട്ടിൽ പോയിട്ട്. അദ്ദേഹം ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അത് നടക്കൂല, കാരണം നിങ്ങളെ ഞങ്ങൾക്ക് അറിയില്ല, നിങ്ങൾ പോയാൽ തിരിച്ചു വരുമെന്നും അറിയില്ല. ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ഉമർ റളിയല്ലാഹു അദ്ദേഹത്തോട് പറഞ്ഞു, ആരെങ്കിലും ഈ കൂട്ടത്തിൽ നിന്ന് ജാമ്യം നിന്നാൽ ഞാൻ നിങ്ങൾക്ക് നാട്ടിൽ പോയി വരാനുള്ള അവസരം നൽകാം. ആര് നിൽക്കാനാ? കൊലപാതക കുറ്റാണ്. ആ സന്ദർഭത്തിലാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രഗത്ഭനായിരുന്ന സ്വഹാബി, വളരെ പ്രായം ചെന്ന സ്വഹാബിയാണ്, അന്ന് ജീവിച്ചിരിക്കുന്ന സ്വഹാബിമാരിൽ അഗ്രഗണ്യനാണ്, അബൂദർ റളിയല്ലാഹു അൻഹു. അബൂദർ റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹുവിന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, അമീർ അൽ മുഅ്മിനീൻ, ഇദ്ദേഹത്തിന് വേണ്ടി ഞാൻ ജാമ്യം നിന്നുകൊള്ളാം. ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് പറയുന്നുണ്ട്, താങ്കൾ സൂക്ഷിച്ച് കാര്യം കൈകാര്യം ചെയ്യണം. പ്രവാചക തിരുമേനിയുടെ ഏറ്റവും അഗ്രഗണ്യനായിട്ടുള്ള ഏറ്റവും പ്രായം ചെന്ന സ്വഹാബിയാണ് നിങ്ങൾ, നിങ്ങളിൽ ഞങ്ങൾക്ക് ഇനിയും കൂടുതൽ പഠിക്കാനുണ്ട്. അതുകൊണ്ട് ഇദ്ദേഹം എങ്ങാനും തിരിച്ചു വന്നില്ലെങ്കിൽ നിങ്ങളെ ആയിരിക്കും വധശിക്ഷ നടപ്പിലാക്കുക. ശരി, ഞാൻ നിന്നോളാം. അബൂദർ റളിയല്ലാഹു അൻഹു നിന്നു. അങ്ങനെ അദ്ദേഹം അദ്ദേഹത്തെ വിശ്വസിച്ചുകൊണ്ട് ഈ മനുഷ്യൻ, ഈ ചെറുപ്പക്കാരൻ നാട്ടിലേക്ക് തിരിച്ചുപോയി. നിശ്ചയിച്ച തീയതി എത്തി, സമയമെത്തി, ഇദ്ദേഹത്തെ കാണുന്നില്ല. അബൂദർ റളിയല്ലാഹു അൻഹുവിനെ കഴുമരത്തിലേക്ക് കൊല ചെയ്യുന്നതിന് വേണ്ടിയുള്ള സജ്ജീകരണങ്ങളൊക്കെ ഒരുക്കിയെത്തിയേക്കാം. ഈ സമയത്തുണ്ട് ഈ ചെറുപ്പക്കാരൻ ഓടിക്കതച്ചു വരുന്നു. അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തെ കണ്ട അദ്ദേഹം ദൂരെ നിന്നേ വിളിച്ചു പറയാ, അമീർ അൽ മുഅ്മിനീൻ, ശിക്ഷ നടപ്പിലാക്കരുത്, ഞാൻ എത്തിയിട്ടുണ്ട്, എന്നെ ശിക്ഷിച്ചു കൊള്ളുക. അപ്പൊ അദ്ദേഹത്തെ അബൂ റളിയല്ലാഹു അൻഹു അവിടുന്ന് ഒഴിവാക്കി, ഇദ്ദേഹത്തെ പിടിച്ചു. എന്നാൽ അദ്ദേഹത്തോട് അമീർ അൽ മുഅ്മിനീൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യം നമ്മളും മനസ്സിലാക്കേണ്ട ചോദ്യമാണ്, ഉത്തരവും നമ്മൾ മനസ്സിലാക്കേണ്ട. അതിന്റെ ഇടയിൽ ആ പെൺകുട്ടികൾ പറയുന്നുണ്ട്, ഈ മരിച്ച വ്യക്തിയുടെ 2 പെൺമക്കൾ പറയുന്നുണ്ട്, അമീർ അൽ മുഅ്മിനീൻ, കൊന്നവനെ കൊല്ലുക എന്ന് മാത്രമല്ലല്ലോ ഇസ്ലാമിൽ നിയമമുള്ളത്, പിന്നെയോ നഷ്ടം വാങ്ങിയിട്ട്, ബ്ലഡ് മണി വാങ്ങിയിട്ട് അവരെ അദ്ദേഹത്തെ വിട്ടയക്കാലോ, നഷ്ടപരിഹാരം വാങ്ങാലോ. അമീർ അൽ മുഅ്മിനെ പറഞ്ഞു, അങ്ങനെ നിങ്ങൾക്ക് മതിയോ? മതി, എങ്കിൽ അങ്ങനെ തീരുമാനിക്കാം. അങ്ങനെ അദ്ദേഹത്തെ വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കി. ഈ മനുഷ്യനോട് അമീർ അൽ മുഅ്മിനീൻ റളിയല്ലാഹു അൻഹു അദ്ദേഹം ചോദിക്കുന്നുണ്ട്, എന്ത് ധൈര്യത്തിലാണ്, അബൂദർ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, എന്ത് ധൈര്യത്തിലാണ് താങ്കൾ ഇയാൾ തിരിച്ചു വരുന്നൊന്നും അറിയാതെ എന്തിനാണ് താങ്കൾ ജാമ്യം നിന്നത്? എന്തിനാണ്? ഒരു വിദേശിയായ മനുഷ്യനാണ്, അയാളെ പരിചയമല്ല, ഒന്നുമില്ല, പക്ഷെ എന്തിനാണ് നിങ്ങൾ അദ്ദേഹത്തിന് ജാമ്യം നിന്നത് എന്ന് അബൂദർ റളിയല്ലാഹു അൻഹുവിനോട് ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചപ്പോ അബൂദർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അതെനിക്ക് പ്രശ്നമില്ലായിരുന്നു, അത് തിരിച്ചു വരുമല്ലോ എന്ന് എനിക്ക് പ്രശ്നമില്ലായിരുന്നു. പിന്നെ ഞാൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഒരാൾ മറ്റൊരാളെ വിശ്വസിക്കാതിരിക്കുന്നത് ഞാൻ വെറുത്തുപോയി. എന്നാൽ പരസ്പര വിശ്വാസമില്ലാത്ത മനുഷ്യർ ജീവിക്കുന്നിടത്ത് അങ്ങനെ സംഗതി ഉണ്ടാകാൻ പാടില്ല എന്നുള്ള അദ്ദേഹം പറയണേ. ഞാൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഒരാള് മറ്റൊരാളെ വിശ്വസിക്കാതിരിക്കുന്നത് ഞാൻ വെറുത്തു. അതുകൊണ്ട് തന്നെ ഞങ്ങള് കണ്ടാലും അറിഞ്ഞാലും ഇല്ലെങ്കിലും ഈ മനുഷ്യനെ വിശ്വസിച്ചുകൊണ്ട് ഞാൻ ജാമ്യം നിന്നു. ഈ മനുഷ്യനോട്, യുവാവിനോട് അദ്ദേഹം ചോദിച്ചു, താങ്കൾ ആരെന്ന് പോലും അറിയില്ല, ഇവിടെ ആർക്കും താങ്കളെ കുറിച്ചൊരു വിവരം അറിയില്ല, പിന്നെ എന്തിനാണ് താങ്കൾ തിരിച്ചു വന്നത്? അദ്ദേഹം പറഞ്ഞു, വിശ്വസിച്ച ആളെ വഞ്ചിക്കുന്ന അവസ്ഥ ഉണ്ടാകരുതെന്ന് ഞാനും ആഗ്രഹിച്ചു, അതുകൊണ്ടാണ് നേരം വൈകിയിട്ടാണെങ്കിൽ പോലും ഞാൻ തിരിച്ചു വന്നത്. എന്തേ താങ്കൾ തിരിച്ചു വരാൻ കാരണം എന്ന് അദ്ദേഹത്തോട് ചോദിച്ചു. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ എൻ്റെ വീട്ടിൽ 2 വയസ്സായ എൻ്റെ മകളുണ്ട്. ആ മകളെ എൻ്റെ അടുക്കൽ നിന്ന് വിട്ടുപോകുന്നില്ല, അവളെ ഉപേക്ഷിച്ച് പോരാൻ എനിക്ക് മനസ്സൊന്നുമില്ല, പക്ഷേ അവര് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞാൻ തിരിച്ചു പോകുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ചാല് ഇവിടെ ഈ സമയത്താണ് ഈ പെൺകുട്ടികൾ പറയുന്നത്, കൊല്ലപ്പെട്ട ആൾക്ക് അവർ കൊന്നതിന് വധശിക്ഷ മാത്രമല്ലല്ലോ,
ഇങ്ങനെ തൊണ്ടം നൽകിയിട്ട് അല്ലെങ്കിൽ പിന്നെ നഷ്ടപരിഹാരം നൽകാമല്ലോ എന്ന് അമീർ അൽ മുഅ്മിനീൻ പറയും. ഈ മനുഷ്യൻ അങ്ങനെയാണ് ഒഴിവാക്കുന്നത്. നമ്മൾ ഇതൊന്നുമല്ല വിഷയം. ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ വിശ്വസിക്കുക എന്നുള്ളത് അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു എന്നതാണ്. നമ്മൾ ഉണ്ടായിരുന്നു എന്ന ഭാഷയാണത്. ഇന്ന് നമ്മൾക്ക് അങ്ങനെ സാധിക്കുന്നുണ്ടോ? ഒരു മനുഷ്യനെ മറ്റൊരു മനുഷ്യന് വിശ്വസിക്കാൻ സാധിക്കാത്ത രീതിയിലേക്കാണ് ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അമാനത്ത്, വിശ്വസ്തത എന്ന് പറയുന്നത്, വിശ്വസ്തനായിരിക്കുക എന്നത് ഏറ്റവും പ്രധാനമായ ഈമാനിന്റെ താല്പര്യങ്ങളിൽ ഒന്നാണ്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ നിരന്തരം ഈ കാര്യങ്ങൾ നമ്മളോട് പറയുന്നത്. ഫഇൻ അമിന ബഅദുകും ബഅലൻ ഫൽയുഅദ്ദി അല്ലദീ ഉത്മിന അമനതഹു ഫല്യത്തഖില്ലാഹ റബ്ബഹു. ഇനി നിങ്ങളിൽ ഒരാൾ മറ്റൊരാളെ വല്ലതും അമാനത്തായി ഏൽപ്പിക്കപ്പെട്ടു. നമ്മൾ സാധാരണ അമാനത്തായ എന്ന് പറയുന്നത് എന്തെങ്കിലും വസ്തുക്കൾ ഏൽപ്പിക്കപ്പെടുന്നതിനെ മാത്രം നമ്മൾ അമാനത്ത് എന്ന് പറയുന്നത്. അത് മാത്രമൊന്നുമല്ല. അമാനത്ത് എന്ന് പറയുന്നത് അത് പിന്നെ പ്രമാണങ്ങളോ വസ്തുക്കളോ പണമോ മാത്രമൊന്നുമല്ല. ഒരു മനുഷ്യൻ പരസ്പരം സംസാരിക്കുന്ന സംസാരം പോലും അമാനത്താണ്. അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ കാര്യം നിങ്ങൾ റസൂൽ പറയുന്നുണ്ടോ, ഈ പിന്നെ ഇദാ ഹദ്ദസ, ഒരു മനുഷ്യൻ സംസാരിക്കുന്നു, റജുലിൻ, ഒരാൾ മറ്റൊരാളോട് സംസാരിക്കുന്നു, അങ്ങനെ അവർ ഇൽതഫതഹു, പിന്നീട് അവർ പിരിഞ്ഞു പോവുകയാണ്. ആ പിരിഞ്ഞു പോകുമ്പോ ഈ പിരിഞ്ഞു പോകുന്ന ഇവര് മറ്റൊരുത്തനോട് പറഞ്ഞിട്ടില്ല, നീ ഈ കാര്യം ആരോടും പറയരുത് എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും ഫഹുവ അമാനത്തഹു, ഈ കാര്യം നീ ആരോടും പറയരുത് എന്ന് പറഞ്ഞിട്ടില്ല, പറഞ്ഞാലോ അതിന്റെ ഗൗരവം കൂടി, പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും ഫഹുവ അമാനത്തഹു. നമ്മളെങ്ങനെയാ? നമ്മളിത് എന്നോട് ആരോടും പറയരുത് എന്ന് പറഞ്ഞേക്കണ്, എന്നോട് മാത്രം പറയാണ്, അങ്ങനെ നാട്ടുകാർ മുഴുവൻ പറയും. ഇതാണ് നമ്മളെ അവസ്ഥ. റസൂല് പറയുന്നത് ഈ ഇങ്ങനെ ആരും പറഞ്ഞിട്ടില്ല എങ്കിൽ പോലും നിങ്ങൾ അത് പറയാൻ പാടില്ല. അപ്പൊ ഇത്രയും, അതുകൊണ്ടാണ് പിന്നെ വിശുദ്ധ ഖുർആൻ നമ്മോട് അങ്ങനെ പറഞ്ഞത്. ഫഇൻ ആമിന ബഅദുകും ബഅലൻ ഫൽയുഅദ്ദി അല്ലദീ ഉത്മിന അമനതഹു ഫല്യത്തഖില്ലാഹ റബ്ബഹു. നിങ്ങളെ ഒരാള് മറ്റൊരാളെ വല്ലതും വിശ്വസിച്ചേൽപ്പിച്ചാൽ ആ വിശ്വസിച്ചേൽപ്പിക്കപ്പെട്ടവൻ തന്റെ വിശ്വസ്തത നിറവേറ്റുകയും തന്റെ റബ്ബിനെ സൂക്ഷിക്കുകയും ചെയ്യട്ടെ എന്ന് 2-ാം അധ്യായത്തിലൂടെ അള്ളാഹു നമ്മെ കൊടുക്കുക. ഇന്നല്ലാഹ യഅ്മുറുക്കും അൻ തുഅദ്ദുൽ അമാനാതി ഇലാ അഹ്ലിഹാ. അമാനത്തുകൾ അതിന്റെ അവകാശികൾക്ക് നിങ്ങൾ നൽകണം, പൂർത്തീകരിച്ചു കൊടുക്കണമെന്ന് ഇന്നല്ലാഹ യഅ്മുറുക്കും, അള്ളാഹു കൽപ്പിക്കുകയാണ് എന്ന് പറയാം. അള്ളാഹു കൽപ്പിക്കുന്ന കാര്യമാണ്. അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു ഹദീസിൽ കാണാൻ സാധിക്കും. ഇത് നമ്മൾ വളരെ ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ഹദീസാണ്. അദ്ദേഹം പറയാം, അബീ ഹുറൈറ റളിയല്ലാഹു പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, ഇത് അദ്ദൽ അമാനത ഇലാ മൻ ഇത്തമന വലാ തഖുൻ മൻ ഖാനക. അദ്ദൽ അമാനത, നിങ്ങൾ എന്ത് അമാനത്തുകൾ പൂർത്തീകരിക്കുക, ഇലാ മൻ ഇത്തമനക, ആർക്കാണോ അത് പൂർത്തീകരിച്ചു കൊടുക്കേണ്ടത്, ആരാടാണോ അമാനത്ത് നമ്മൾ ഏറ്റെടുത്തത്, അല്ലെ ആരെ പേരിലാണോ എന്തിനാണോ നിങ്ങൾ ഇത് ചെയ്തത്, അത് നിങ്ങൾ പൂർത്തീകരിച്ചു കൊടുക്കുക. നിങ്ങൾ പറഞ്ഞു, നിങ്ങൾ വലാ തഖുൻ മൻ ഖാനക, നിന്നെ വഞ്ചിച്ചവനെ ഒരിക്കലും നീ വഞ്ചിക്കരുത്. നീ അമാനത്ത് പൂർത്തീകരിച്ചു കൊടുക്കുക, നിന്നെ വഞ്ചിച്ചവനെ നീ വഞ്ചിക്കരുത്. നമ്മൾ ആലോചിച്ചോക്കണ്ടി, അവൻ എന്നോട് അങ്ങനെ ചെയ്തത് കൊണ്ടാണ് ഞാൻ അവനോട് ഇങ്ങനെ ചെയ്തത്. നമ്മൾ പറയുന്ന അർത്ഥാനല്ലേ, അവൻ എന്നോട് അങ്ങനെ വഞ്ചന കാണിച്ചത് കൊണ്ടാണ് ഞാൻ അവനോട് ഇങ്ങനെ ചെയ്തത്. റസൂൽ പറയുന്നത് എന്താ? വലാ തഖുൻ മൻ ഖാനക, നിന്നെ വഞ്ചിച്ചവനെ ഒരിക്കലും നീ വഞ്ചിക്കരുത്. നമ്മുടെ ജീവിതവുമായിട്ട് ഈ വിഷയങ്ങളൊക്കെ നമ്മളിങ്ങനെ കോർത്തിണക്കി കൊണ്ടുപോയി തട്ടിച്ചു നോക്കേണ്ടി, എവിടെയെങ്കിലൊക്കെ നമ്മളൊക്കെ ഉണ്ടാകും. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എങ്ങനെയാണ് ഇവിടെയൊക്കെ പെരുമാറുന്നത്, ഇടപെടുന്നത്, ഈ വിഷയത്തിൽ അമാനത്ത് എന്ന് പറയുന്ന, ഈ വിശ്വസ്തത എന്ന് പറയുന്ന വിഷയത്തില്, ഉത്തരവാദിത്വ ബോധം എന്ന വിഷയത്തില് നമ്മൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് ആലോചിച്ച് നോക്കുക. അബ്ദുല്ലാഹ് ഇബ്നു അംർ റളിയല്ലാഹു അൻഹു പറയാം, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൻ അർബഉൻ ഇദാ കുന്ന ഫീക ഫലാ അലൈക മാ ഫാതക മിനദ് ദുനിയ. എന്താണ്? 4 കാര്യങ്ങൾ അത് നിന്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഈ ലോകത്ത് നിന്ന് മാ ഫാതക മിനദ് ദുനിയ, നിനക്ക് എന്ത് നഷ്ടപ്പെട്ടാലും ശരി അതിന്റെ പേരിൽ നീ ദുഃഖിക്കേണ്ടി വരില്ല. പറഞ്ഞല്ലോ, ഒന്ന് പറഞ്ഞേ, ഹഫിള അമാനത, നീ എന്ത് ചെയ്യാം? അമാനത്തുകൾ സൂക്ഷിക്കുക. വസ്വദഖ ഹദീസ്, സംസാരത്തിൽ സത്യം പറയുക.
നിന്റെ സൽ സ്വഭാവമുള്ള പെരുമാറ്റം നീ എന്ത് ചെയ്യുക, ഏറ്റവും നന്നാക്കി തീർക്കുക. നിന്റെ ഭക്ഷണം ഏറ്റവും അത് പരിശുദ്ധമാക്കുക. 4 കാര്യങ്ങള് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഒന്നാമത് പറഞ്ഞത് നീ അമാനത്ത് സൂക്ഷിക്കണം എന്നാണ്. മറ്റുള്ള 3ഉം അതിന്റെ ബാക്കി വരുന്നതാ. സംസാരത്തിലെ സത്യസന്ധത, സൽസ്വഭാവ നിലനിർത്തല്, ഭക്ഷണത്തിന്റെ കാര്യത്തിൽ പരിശുദ്ധി നിലനിർത്തുക, ഇതാണ് ആ കാര്യങ്ങൾ. ഇമാം അഹ്മദ് ഉദ്ധരിക്കുന്ന ഒരു തിരുവചനമാണ്. അപ്പൊ നമ്മള് ഇവിടെയൊക്കെ നമ്മൾ ആലോചിക്കേണ്ടത്, വിശുദ്ധ ഖുർആൻ നോക്കൂ നിങ്ങള്. ഈ അമാനത്തിനെ കുറിച്ച് പറഞ്ഞപ്പോ വിശുദ്ധ ഖുർആൻ നമ്മളോട് പറഞ്ഞു തരുന്ന ഒരു കാര്യം നോക്ക്. അള്ളാഹു ആകാശങ്ങളെയും ഭൂമിയെയും പർവ്വതങ്ങളെയും ഒക്കെ ഈ അമാനത്ത് ഏൽപ്പിക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു സമീപിച്ചു. വിശുദ്ധ ഖുർആൻ പറയണേ, സൂറത്ത് 33 അഹ്സാബിന്റെ 72 ആയത്തിലുള്ള പറയുന്നത്, ഇന്ന അറദ്നൽ അമാനത അലസ് സമാവാതി വൽ അർളി വൽ ജിബാൽ. ആകാശങ്ങളെയും ഭൂമിയെയും പർവ്വതങ്ങളെയും ഒക്കെ തന്നെ ഈ അമാനത്ത് ഏൽപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അള്ളാഹു സമീപിക്കുകയാണ്. അവരൊക്കെ എന്ത് ചെയ്തു? അത് ഏറ്റെടുക്കുന്ന കാര്യത്തിൽ അവരെന്ത് ചെയ്തു? വിസമ്മതം കാണിച്ചു. ഞങ്ങൾക്ക് അത് സാധിക്കൂല. മാത്രമല്ല അവരതിൽ വഞ്ചന ഭയന്നു. അവരതിൽ വഞ്ചന വരുമോ എന്ന് ഭയന്നുകൊണ്ട് അവരത് ഏറ്റെടുക്കാൻ വിസമ്മതം പ്രകടിപ്പിച്ചു. അല്ലാഹു പറഞ്ഞു നോക്ക് നിങ്ങളെ, വഹമലഹൽ ഇൻസാൻ. എന്നാൽ മനുഷ്യൻ അത് ഒരു സന്ദേഹവും കൂടാതെ അത് ഏറ്റെടുത്തു. അവിടെ അള്ളാഹ് പറയാണ്, ഇന്നഹു കാന ലലൂമൻ ജഹൂല. തീർച്ചയായും മനുഷ്യൻ അക്രമിയും അവിവേകിയുമാകുന്നു എന്നാണ് 33 അധ്യായത്തിന്റെ 72 വചനത്തിൽ അള്ളാഹ് പറയാ. അപ്പം മനുഷ്യൻ അത് ഏറ്റെടുത്തു. ആകാശവും ഭൂമിയും പർവ്വതങ്ങളും ഒക്കെ തന്നെ അത്ര ബലിഷ്ഠമാണ് അവ, എന്നിട്ട് പോലും അവർക്ക് അത് ഏറ്റെടുക്കാൻ പ്രയാസമുണ്ടായി. അന്ന് അത് അവർ ഏറ്റെടുത്തില്ല എന്നാണ്. അബ്ദുല്ലാഹ് ഇബ്നു അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു തിരുവചനത്തിൽ നമ്മൾക്ക് ഇങ്ങനെ കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബൈനമാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ മജ്ലിസിൻ യഹ്ദുസ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മജ്ലിസിൽ ഞങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഫമലാ റസൂലുള്ളാഹി സല്ലല്ലാഹു, അപ്പോ ഒരു അറാബി, ഫജാഅ അറാബിയുൻ, ഒരു അറാബി അവിടേക്ക് കടന്നു വന്നു. എന്നിട്ട് ചോദിച്ചു, ഫഖാല, ആ സദസ്സിൽ റസൂൽ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കെ അദ്ദേഹം ചോദിച്ചു, മതാ സാഅ, എപ്പോഴാണ് അന്ത്യസമയം ഉണ്ടാവുക? റസൂൽ അത് കേട്ടിട്ടില്ലാത്ത രീതിയിൽ വീണ്ടും എന്ത് ചെയ്തു? തന്റെ സംസാരം തുടർന്നുകൊണ്ടേയിരിക്കും. ആ സമയത്ത് വീണ്ടും അദ്ദേഹം ഇതിങ്ങനെ ചോദിച്ചു കൊണ്ടിരുന്നു. അപ്പൊ ഇത് കേൾക്കുന്ന ശ്രോതാക്കളായ ആളുകൾക്ക് അതൊരു അരോചകമായി തോന്നി. അങ്ങനെ ക്ലാസ് അവസാനിച്ചു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, ആരാണ് ആ ചോദിച്ചിരുന്ന ആൾ? ആരാണ് എപ്പോഴാണ് അന്ത്യസമയം ഉണ്ടാവുക എന്ന് ചോദിച്ചിരുന്ന ആള് എവിടെ എന്ന് ചോദിച്ചു. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചപ്പോ, യാ റസൂലല്ലാഹ്, ഞാൻ ഇവിടെ ഉണ്ട് റസൂലേ എന്ന് അദ്ദേഹം കൈ ഉയർത്തിക്കൊണ്ട് പറഞ്ഞു. എന്നപ്പോ റസൂൽ അദ്ദേഹത്തിന് നേരെ നോക്കിക്കൊണ്ട് പറഞ്ഞു, നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം ഇതാണ്. എപ്പോഴുണ്ടാവുക എന്നാണ് ചോദിച്ച അന്ത്യസമയം, അതറിയില്ല, പക്ഷേ അതൊരു അടയാളം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇദാ ദുയ്യിഅത്തിൽ അമാന ഫൻതളിരി സാഅ. ഇദാ ദുയ്യിഅത്തിൽ അമാന ഫൻതളിരി സാഅ. അന്ത്യസമയം ഉണ്ടാവുന്നത് അത് എപ്പോഴാണെന്നാ ചോദിച്ചത്. അതിനാണ് ഉത്തരം പറഞ്ഞു കൊടുത്തത്. അമാനത്തുകളിൽ ലംഘനം നടക്കുന്നത് കണ്ടാൽ ഫൻതളിരി സാഅ, അന്ത്യസമയം നീ പ്രതീക്ഷിച്ചു കൊള്ളുക എന്ന് അദ്ദേഹത്തോട് പറഞ്ഞു. അപ്പൊ അദ്ദേഹം വീണ്ടും ചോദിച്ചു, കൈഫ ഇളാഅതുഹ, എങ്ങനെയാണ് അതിൽ അമാനത്തിൽ ലംഘനം നടക്കുക റസൂലേ എന്ന് ചോദിച്ചു. അപ്പൊ റസൂൽ അദ്ദേഹത്തിന് വീണ്ടും മറുപടി പറഞ്ഞു, ഇദാ വുസ്സിദൽ അംറു ഇലാ ഗൈരി അഹ്ലിഹി ഫൻതളിരി സാഅ. ഇദാ വുസ്സിദൽ അംറു ഇലാ ഗൈരി അഹ്ലിഹി, അനർഹരായ ആളുകളിലേക്ക് അധികാരങ്ങള് അല്ലെങ്കിൽ അവരിലേക്ക് കാര്യങ്ങൾ എത്തിക്കിടുന്ന ഒരു സന്ദർഭം വന്നാൽ ഫൻതളിരി സാഅ, നീ അന്ത്യസമയം പ്രതീക്ഷിച്ചു കൊള്ളുക. അതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തത്. അതുകൊണ്ട് തന്നെ ഇത് വലിയ അമാനത്ത് എന്ന് പറയുന്ന വലിയ കാര്യമായിട്ട് റസൂലിന്റെ അടുക്കല് യമനിലേക്ക് ഗവർണറായിട്ട് നിയോഗിക്കപ്പെട്ട ആള് ഉണ്ടായിരുന്നു. അതിനു മുമ്പ് അദ്ദേഹം വന്നിട്ട് റസൂലിനോട് അതിന്റെയൊക്കെ കുറെ മുമ്പ് ചോദിക്കുന്ന ഒരിക്കൽ വന്ന് ചോദിക്കുകയാണ്, റസൂലെ ഇന്ന അധികാരങ്ങൾ ഇന്നെ ഏൽപ്പിക്കുക എന്ന് പറഞ്ഞു. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞു, ഇന്നക ലഈഫുൻ ഫഇന്നഹാ അമാനത്ത്.
നീ ബലഹീനനാണ്, ഇതൊരു അമാനത്താണ്, അതുകൊണ്ട് ഇപ്പൊ നിന്നത് ഏൽപ്പിക്കാനായിട്ടില്ല. നീ ബലഹീനനാണ് ഇക്കാര്യത്തിൽ, ആ കാര്യം നിന്നെ ഏൽപ്പിക്കാൻ പറ്റൂല. അതുകൊണ്ട് നീ എന്ത് ചെയ്യാ, ഇത് അമാനത്താണ്. അന്ന് പിന്നീടാണ് അദ്ദേഹത്തിന് കുറെ കഴിഞ്ഞ് അദ്ദേഹത്തെ പിന്നെ യമനിലെ ഗവർണറായിട്ട് മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനെ ഏൽപ്പിക്കുന്നത്. അപ്പൊ ഇത് നമ്മൾ ആലോചിക്കേണ്ടത്, ഇത് റസൂൽ പറഞ്ഞ ഹദീസ് ഇതാണ്, ഇദാ ഹദസ റജുലു അൽ ഹദീസ് സുമ്മ ഇൽതഫത ഫഹിയ അമാനതഹു. ഒരാള് സംസാരിച്ചു, ആ സംസാരത്തിൽ ആരും എന്നോട് ഇത് പറയരുതെന്ന് പറഞ്ഞിട്ടില്ലെങ്കിലും ഫഹുവ അമാനതഹു ഫഹിയ അമാനതഹു, അത് അമാനത്താകുന്നു എന്ന്. അപ്പൊ നമ്മള് ഈ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക. അമാനത്തുകള് ഏത് കാര്യത്തിൽ, നമ്മളൊക്കെ അമാനത്തുള്ളവരാ, ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തവരാ. ഒന്നല്ലെങ്കിൽ മറ്റൊന്ന്, ചെറുതോ വലുതോ ആയിട്ടുള്ള ഉത്തരവാദിത്തങ്ങള് ഏറ്റെടുത്തു. രാജ്യത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാന്നൊന്നുമല്ലത്, അത് ഏറ്റെടുക്കാനേക്കാൾ വലിയ സംഗതിയാണ്. അത് ആളുകളോട് സംസാരിക്കുന്നതും അവർക്ക് വാഗ്ദാനങ്ങൾ നൽകുന്നതും അതുപോലെ ഇന്ന കാര്യങ്ങളെ കുറിച്ചുള്ള പിന്നെ എന്താ പറയാ അവർ ചെയ്തു കൊടുക്കാമെന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ, അതൊക്കെ വലിയ ഉത്തരവാദിത്തമാണ്. അതിന്റെ താഴെയുള്ള ഉത്തരവാദിത്വവും ആ ഉത്തരവാദിത്വം ഒക്കെ വളരെ ഗൗരവത്തിൽ കാണണം. നമ്മള് മഹലിന്റെ ഉത്തരവാദികളായിരിക്കാം, വീട്ടിന്റെ ഉത്തരവാദിത്തമുള്ളവരായിരിക്കാം, സ്ഥാപനങ്ങളുടെ ഉത്തരവാദിത്തമുള്ളവരായിരിക്കാം. എവിടെയാണോ നമ്മളുള്ളത് അവിടെയൊക്കെ തന്നെ നമ്മൾക്ക് ഉത്തരവാദിത്തമുണ്ട്. കുല്ലുക്കും റാഇൻ വകുല്ലുക്കും മസ്ഊലുൻ അൻ റഅയതിഹി. നിങ്ങൾ എല്ലാവരും ഭരണാധികാരികളാണ്, നിങ്ങളെ ഭരണീയരെ കുറിച്ച് നിങ്ങളോട് ചോദ്യം ചെയ്യപ്പെടും. വീട്ടിലെ മാതാവും പിതാവും അവിടുത്തെ ഭരണാധികാരികളാണ്, മക്കളെ കുറിച്ച് അവരോട് ചോദ്യം ചെയ്യും. അവരെ കുറിച്ച് നിങ്ങൾ അവരൊക്കെ എങ്ങനെയാണ് അവരെ വളർത്തിയത്, നമ്മളോടാ ചോദിക്കുക. അപ്പൊ ഇതൊക്കെ ഉത്തരവാദിത്തങ്ങളാണ്. ഉത്തരവാദിത്തങ്ങള് ഏറ്റവും നന്നായിട്ട് ഏറ്റെടുക്കേണ്ടുന്ന ആളുകളാണ്. ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ അത് ഏറ്റവും നന്നായിട്ട് വിനിയോഗിക്കേണ്ടവരാണ് വിശ്വാസികൾ എന്ന നിലക്ക് നമ്മൾ എവിടെയൊക്കെ എന്തൊക്കെ ഉത്തരവാദിത്തങ്ങൾ നമ്മൾക്കുണ്ടോ ആ ഉത്തരവാദിത്തങ്ങൾ നമ്മള് പിന്നെ നല്ല രീതിയിൽ, മാന്യമായ രീതിയിലായിരിക്കണം അത് കൈകാര്യം ചെയ്യേണ്ടത്. അതിന് നമ്മൾക്ക് പ്രതിഫലം ലഭിക്കുകയും ചെയ്യും. അല്ലെങ്കിൽ അതില് ലംഘനം നടന്നു എന്നുണ്ടെങ്കിൽ അതിന് ശിക്ഷ ലഭിക്കുന്ന അവസ്ഥയാണ് ഉണ്ടാവുക എന്ന് നമുക്ക് വിശുദ്ധ ഖുർആനിൽ നിന്നും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുവചനങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മൾ ശ്രദ്ധിക്കുകയും സൂക്ഷിക്കുകയും ചെയ്യുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ.